പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 20 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ഹല്ലേലൂയ, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മഹാ അത്ഭുതങ്ങളെ ഈ പകൽക്കാലം കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന് ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇനിയും കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതി സ്തോത്രവും അർപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതേ കർത്താവേ, അമേൻ അമേൻ. 30-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, യഹോവേ അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങി പോകാതിരിക്കണമെന്ന് കർത്താവ് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ആമേൻ. യഹോവയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഈ മക്കളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വേദനകൾ വിട്ടുപോകട്ടെ. അതിവേദനകളാൽ, പല വിധത്തിലുള്ള കാരണങ്ങളാൽ അതിവേദനകൾ, കൈകൾക്കും കാലുകൾക്കും വയറിനകത്തുമൊക്കെ അതിവേദനകൾ സഹിച്ചിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ വേദനയുടെ കാരണം, അതിൻ്റെ പിൻപിലുള്ള കാരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കൈകളുടെ വേദനകൾ മാറട്ടെ, കാലുകളുടെ വേദനകൾ മാറട്ടെ, വയറിനകത്തുള്ള വേദനകൾ മാറട്ടെ, ബാക്ക് പെയിനുകൾ ഹീലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അതുപോലെ കർത്താവേ, ഹെഡേക്കുകൾ, മൈഗ്രെയിൻ ഹെഡേക്ക് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആമേൻ. നസറനായ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ആ സ്പിരിറ്റ് വിട്ടുപോട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി തീരട്ടെ. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ വഴി തുറക്കുന്ന ദിവസങ്ങളായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ഈ അവസാനത്തെ 10 ദിവസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ വാതിലുകൾ തുറന്നു വരുന്ന ദിവസങ്ങളായി മാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പുതുവാതിലുകളെ കർത്താവ് തുറക്കുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ ക്ലേശങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക ഗ്രേസ് കൊടുക്കണം. അവർക്ക് ജ്ഞാനവും ബുദ്ധിയും കൊടുക്കണം. ഒരു കുഞ്ഞു പോലും വഴിമാറിപ്പോകല്ലേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരു കുടുംബത്തിലെ ഒറ്റ കുഞ്ഞു പോലും വഴിതെറ്റിപ്പോകാൻ പാടില്ല. അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി അവരുടെ സമാധാനം വലുതായി തീരട്ടെ. കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമം അവരിലൂടെ മഹിമപ്പെടുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. ഇന്നലത്തെ നമ്മുടെ സഭായോഗത്തെ അപ്പെ അനുഗ്രഹിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ പ്രവൃത്തി വെളിപ്പെട്ടതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകാം. ആമേൻ. വീണ്ടും ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ വിടുതലാണ്. വചനത്തിലെന്താണ് യഥാർത്ഥ വിടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുന്നതും വചനം വായിക്കുന്നതും നിങ്ങൾ ശീലമാക്കണം.
വചനം ധ്യാനിക്കണം. ധ്യാനിച്ച വചനം നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറത്തു വരണം. അവിടെയാണ് അത്ഭുതം നടക്കുന്നത് കേട്ടോ. ഇന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Corinthians chapter number 10 verse 13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ ഒരു പോക്കുവഴിയും ഉണ്ടാക്കും. There is a solution, there is a way out. ഏതു വിഷയത്തിനും, നിങ്ങൾ കടന്നു പോകുന്ന ഏതു വിഷയത്തിനും ഒരു പരിഹാരമുണ്ട്. അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ സ്വർഗത്തിലെ അപ്പ നമുക്കായി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, കർത്താവേ ഞാൻ എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരും, ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരും. പക്ഷേ ദൈവവൈതലേ, ഈ ലോകമെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, സമ്മർദ്ദങ്ങൾ എന്നിവയാൽ നിറഞ്ഞതാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല, ഇനി ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോകും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നമ്മളുടെ ജീവിതമെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഓൾറെഡി കർത്താവ് കണ്ടതാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെക്കുറിച്ചുള്ള പദ്ധതികളെല്ലാം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിനറിയാം ഇതിനകത്തുനിന്ന് പുറത്തെന്നെ കൊണ്ടുവരുവാനുള്ള ഒരു വഴി കർത്താവ് കണ്ടിട്ടുണ്ട്. ഇപ്പം ജോസഫിൻ്റെ ജീവിതം നോക്കിയാലും ജോസഫ് ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ജോസഫ് സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു. കള്ള കേസുകളിൽ ജോസഫിനെ കുടുക്കിക്കളഞ്ഞു. ജോസഫിനെ കൊണ്ടുപോയി ജയിലിലിട്ടു. പ്രലോഭനങ്ങളിൽ അടിമപ്പെടുത്തി നോക്കി. പക്ഷെ എല്ലാത്തിനകത്തുനിന്നും പുറത്തു വരുവാൻ ജോസഫിന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഏത് പ്രശ്നത്തിനും നടുവിലൂടെ നമ്മൾ പോയാലും ഓർത്തോണം, അതിനകത്തുനിന്ന് നമ്മളെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വഴി തുറന്നിട്ടുണ്ട്. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവൻ സിംഹത്തിനാൽ അവൻ കൊല്ലപ്പെടും, സിംഹം അവനെ കഴിച്ചു കളയും. പക്ഷേ അതിനകത്തുനിന്ന് പുറത്തു വരുവാനും കർത്താവ് എന്ത് വരുത്തിയിട്ടുണ്ട്? വഴി ഓപ്പണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെയും ശീലാസിനെയും കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ കാരാഗ്രഹത്തിനകത്ത് അവർ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടിരിക്കുക. പക്ഷേ അതിനകത്തുനിന്ന് പുറത്തു വരുവാനുള്ള വഴി സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിലും ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഓർത്തോണം, അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ഒരു വഴി കർത്താവ് വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെയാണോ കടന്നു പോകുന്നത്, ഫിസിക്കൽ ചലഞ്ചസ്, ശാരീരികമായ പ്രശ്നങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്, ജോലിയിലെ പ്രശ്നങ്ങളാണോ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാണോ, ഒരു കാര്യം ഓർത്തോണേ, ദൈവ പൈതലേ, കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളെല്ലാത്തിനും പ്രാർത്ഥിക്കണം. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമ്മളൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ഒത്തിരി കാര്യങ്ങൾ പറയും. ഞാൻ ഇന്ന പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, നമ്മൾ വിചാരിക്കും അവർക്ക് എന്തെങ്കിലും നമ്മളോട് സ്നേഹം തോന്നും. നമ്മളിങ്ങനെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുക. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മുട്ട് നമ്മൾ ദൈവസന്നിധിയിൽ മടക്കി നമ്മുടെ കൈകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ഭാരത്തെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, അതായത് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ വഴി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എവിടെയാണ്? ആരാധനയിലാണ് വഴി വെളിപ്പെട്ട് വരുന്നത്, പ്രാർത്ഥനയിലാണ് അവൻ സൊല്യൂഷൻ വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം, ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ തയ്യാറാകണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ വഴികളെ നമുക്ക് വെളിപ്പെടുത്തി തരും. എപ്പോഴും ഓർത്തോണം, ഓൾറെഡി അതിനുള്ള പുറത്തു വരാനുള്ള വഴി കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷൻ റെഡിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ പോകുന്ന ഏത് പ്രശ്നത്തിനകത്താണെങ്കിലും അതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള വഴി കർത്താവ് ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര ഇരുട്ടേറിയ ടണലിനകത്തൂടാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അതിൻ്റെ അവിടെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോ ടെസ്റ്റും ഒരു ടെസ്റ്റ് മണിയുടെ ഓപ്പർച്യൂണിറ്റികളാണ്. അതായത് നിങ്ങൾ പോകുന്ന ഓരോ പരീക്ഷകളും ഓരോ ചലഞ്ചസുകളും സാക്ഷ്യത്തിനുള്ള, കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള വാതിലുകളാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെഡ് എൻഡ് എന്ന് നമുക്ക് തോന്നുന്നിടത്ത് ഓപ്പൺ ഡോറുകൾ നമുക്ക് വേണ്ടി തരും. അപ്പം നമ്മൾ വിചാരിക്കും വഴി കഴിഞ്ഞു, എന്നാൽ അവിടെ വഴി തുറക്കാൻ മതിയായവനാണ്. മോശയും ടീമും ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ വിചാരിച്ച് കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ നടുവിൽ വഴി തുറന്നതുപോലെ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, തീർന്നു,
തീർന്നു, ഇനി ഒരു വഴിയുമില്ല എന്ന് പറയുന്നിടത്ത് വഴി തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്ന് പതറിപ്പോകരുത്, പ്രയാസങ്ങളുടെ മുമ്പിൽ പതറിപ്പോകരുത്. മുട്ടുമടക്കണം, കരങ്ങളെ ഉയർത്തണം, പറയണം, കർത്താവേ ഞാൻ ഇന്ന വിഷയത്തിലൂടെ കടന്നു പോകുന്നു, അത് ആ കർത്താവ് മുന്നമേ കണ്ടിട്ടുള്ളൂ. അമേൻ. ഇതിനുള്ള വഴി ഞാൻ എങ്ങനെ പുറത്തു വരണം അതും അങ്ങ് കണ്ടിട്ടുണ്ട്. ഇതിനുള്ള സൊല്യൂഷൻ അങ്ങ് കണ്ടിട്ടുണ്ട്. അതെനിക്ക് വെളിപ്പെടുത്തി തന്നാട്ടെ, അതെനിക്ക് വെളിപ്പെടുത്തി തന്നാട്ടെ. അതാണ് യെരമ്യാവ് 33:3 പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു, നിനക്കറിയാത്തതും മഹത്വവും അഗോചരവുമായത് ഞാൻ വെളിപ്പെടും. നമുക്കറിയത്തില്ല എങ്ങനെ പുറത്തു വരണം, പക്ഷേ കർത്താവിനറിയാം. അവൻ വഴി ഒരുക്കിയിട്ടുണ്ട്, അവൻ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ വെളിപ്പെടും? പ്രാർത്ഥനയിലാണ് വെളിപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ദൈവസന്നിധിയിലിരിക്കുക, പ്രാർത്ഥിക്കുക. അവൻ താമസം വരുമ്പോൾ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, നല്ലവണ്ണം ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. There is a solution, there is a way out. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. We are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.